യുക്രൈനിന്റെ സ്പൈഡേഴ്സ് വെബ് ഓപ്പറേഷൻ റഷ്യയുടെ പേൾ ഹാർബർ നിമിഷമാണോ? റഷ്യൻ പ്രദേശത്തിനുള്ളിലെ നിരവധി വ്യോമതാവളങ്ങളിൽ ഞായറാഴ്ച മിന്നലാക്രമണം നടത്തി യുക്രൈൻ മോസ്കോയെ ഞെട്ടിച്ചു. സ്പൈഡേഴ്സ് വെബ് എന്ന കോഡ് നാമത്തിൽ നടത്തിയ ഓപ്പറേഷനിൽ 117 ഡ്രോണുകൾ വിക്ഷേപിച്ച് ബോംബറുകളടക്കം 41 യുദ്ധവിമാനങ്ങൾ നശിപ്പിച്ചതായി കീവ് അവകാശപ്പെടുന്നു. യുക്രൈൻ നടത്തിയ ഈ ആക്രമണത്തിൽ റഷ്യയ്ക്ക് ഏകദേശം $7 ബില്യൺ നഷ്ടമുണ്ടായെന്നാണ് യുക്രൈൻ സുരക്ഷാ ഏജൻസിയായ SBU കണക്കാക്കുന്നത്. ആക്രമണത്തിന്റെയും നാശനഷ്ടങ്ങളുടെയും വ്യാപ്തി കണക്കാക്കുമ്പോൾ യുക്രൈൻ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമായിരുന്നു ഇത്. ഈ സംഭവത്തോടെ പല സൈനിക നിരൂപകരും അതുപോലെ റഷ്യ അനുകൂല ബ്ലോഗർമാരും ഡ്രോൺ ആക്രമണത്തെ റഷ്യയുടെ പേൾ ഹാർബർ എന്ന് വിളിക്കുകയാണ്. റഷ്യൻ മണ്ണിനുള്ളിലെ വ്യോമതാവളങ്ങൾക്ക് നേരെ കീവ് നടത്തിയ അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണത്തിന്റെ പിറ്റേന്ന്, അതായത് ജൂൺ 2-ന് തുർക്കിയിൽ റഷ്യയും യുക്രൈനും നേരിട്ട് സമാധാന ചർച്ചകൾ നടത്തിയിരുന്നു. സ്പൈഡേഴ്സ് വെബ് എന്ന രഹസ്യനാമമുള്ള ഈ ഒരു ഓപ്പറേഷന്റെ നിഴൽ ഒരു വഴിത്തിരിവിനുള്ള പ്രതീക്ഷ കുറവാണെന്നാണ് 1 മണിക്കൂറിനുള്ളിൽ അവസാനിച്ച ചർച്ചകൾ സൂചിപ്പിക്കുന്നത്. ചില സൈനിക നിരൂപകരും പ്രോ റഷ്യൻ ടെലഗ്രാം ചാനലുകളും യുക്രൈനിന്റെ ഈ ഡ്രോൺ ആക്രമണത്തെ റഷ്യയുടെ പേൾ ഹാർബർ നിമിഷമായി വിശേഷിപ്പിക്കുന്നു. മോസ്കോയുടെ പ്രതീക്ഷിക്കുന്ന പ്രതികരണത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വർദ്ധിക്കുമ്പോൾ യുക്രൈനിന്റെ സ്പൈഡേഴ്സ് വെബ് ഓപ്പറേഷനും അമേരിക്കയുടെ പേൾ ഹാർബറും തമ്മിലുള്ള സമാനതകളും വ്യത്യാസങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. 2025 ജൂൺ 1-ന് യുക്രൈൻ സ്പൈഡേഴ്സ് വെബ് എന്ന കോഡ് നെയിം ഉപയോഗിച്ച് നടത്തിയ സൈനിക ഓപ്പറേഷനിൽ നിരവധി റഷ്യൻ വ്യോമതാവളങ്ങൾ ആക്രമിച്ചു. യുക്രൈനിന്റെ സുരക്ഷാ സേനയുടെ കണക്കനുസരിച്ച് A-50, Tu-95, Tu-22M വിമാനങ്ങൾ ഉൾപ്പെടെ 41 റഷ്യൻ യുദ്ധവിമാനങ്ങൾ കീവ് ആക്രമിച്ചതായാണ് റിപ്പോർട്ട്. യുക്രൈനിൽ നിന്ന് 4000 കിലോമീറ്ററിലധികം അകലെയുള്ള സൈബീരിയയിലെ ഇർകുട്സ്ക് മേഖലയിലെ ബെലായ വ്യോമതാവളത്തിലാണ് ടുപോലെവ് Tu-22M സൂപ്പർസോണിക് ലോങ് റേഞ്ച് സ്ട്രാറ്റജിക് ബോംബറുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. മുൻനിരയിൽ നിന്ന് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തുന്നത് ഇതാദ്യമായാണ്. ആക്രമണം സ്ഥിരീകരിച്ച സെലൻസ്കി ഇതിനെ മികച്ച പ്രവർത്തനമെന്നാണ് വിശേഷിപ്പിച്ചത്. ഈ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിന് 1.5 വർഷത്തിലധികം സമയമെടുത്തുവെന്നും 117 ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഡ്രോൺ ആക്രമണത്തോട് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി പ്രതികരിച്ചു. ഇതിന് തികച്ചും മികച്ച ഫലമെന്ന് വിശേഷിപ്പിച്ചു. യുക്രൈൻ സ്വതന്ത്രമായി സൃഷ്ടിച്ച ഒരു ഫലമാണിത്, അദ്ദേഹം ടെലഗ്രാമിൽ എഴുതി. ഇത് ഞങ്ങളുടെ ഏറ്റവും ദൈർഘ്യമേറിയ ഓപ്പറേഷനാണ്. റഷ്യയുടെ FSB ഇന്റലിജൻസ് സർവീസിന്റെ ഒരു പ്രാദേശിക ഓഫീസിന് സമീപമാണ് ഓപ്പറേഷൻ ആസ്ഥാനം വഹിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വിമാനത്താവളങ്ങളുടെ പരിധിക്കകത്തേക്ക് കൊണ്ടുപോകുന്ന ട്രക്കുകളുടെ പുറകിൽ വിദഗ്ധമായി ഡ്രോണുകൾ ഒളിപ്പിക്കുകയായിരുന്നു. റിമോട്ട് ആക്ടിവേറ്റഡ് മെക്കാനിസം ഉപയോഗിച്ച് ഉയർത്തുന്ന ഷെഡുകൾക്കുള്ളിലാണ് ഡ്രോണുകൾ ഒളിപ്പിച്ചത്. വ്യോമതാവളങ്ങളുടെ പരിധിയിലെത്തിയ ശേഷം ഡ്രോണുകൾ ആക്രമണം ആരംഭിക്കുകയായിരുന്നു. ട്രക്കിന്റെ മേൽക്കൂരയിൽ നിന്ന് ഡ്രോണുകൾ ഉയർന്നു വരുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. റഷ്യൻ യുദ്ധവിമാനങ്ങൾ തിരിച്ചറിയുന്നതിനായി നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. സെലൻസ്കിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ റഷ്യൻ പ്രദേശത്തിനുള്ളിലെ 4 വ്യോമതാവളങ്ങൾ യുക്രൈൻ ആക്രമിച്ചു. റഷ്യയുടെ തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈൽ വാഹിനികളിൽ 34% നശിപ്പിച്ചതായി $7 ബില്യൺ നാശനഷ്ടം കണക്കാക്കുന്നതായും സുരക്ഷാ സേന അവകാശപ്പെടുന്നു. വിമാനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും വടക്കൻ ഇർകുട്സ്ക് മേഖലയിലും അതുപോലെ മർമാൻസ്ക് മേഖലയിലെയും വ്യോമതാവളങ്ങളിൽ തീപിടുത്തത്തിന് കാരണമാവുകയും ചെയ്ത ഡ്രോൺ ആക്രമണം റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഫാർ ഈസ്റ്റിലെ അമൂർ മേഖലയിലും ഇവാനോവോ, റിയാസാൻ എന്നീ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. റഷ്യൻ വ്യോമതാവളങ്ങളിൽ യുക്രൈൻ നടത്തിയ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങളെ ചില റഷ്യ അനുകൂല ബ്ലോഗർമാർ രാജ്യത്തിന്റെ പേൾ ഹാർബർ എന്ന് വിളിക്കുന്നു. 2ാം ലോക മഹായുദ്ധത്തിലേക്ക് അമേരിക്കയുടെ പ്രവേശനത്തിന് കാരണമായ 1941-ലെ ജപ്പാന്റെ ആക്രമണത്തെ ഓർമ്മിപ്പിക്കുന്ന പരാമർശമാണിത്. പേൾ ഹാർബർ ആക്രമണത്തോടുള്ള US പ്രതികരണത്തിന് സമാനമായതോ അതിലും കഠിനമായതോ ആയിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതായി റഷ്യൻ സൈനിക ബ്ലോഗറായ റോമൻ അലഖിൻ ടെലഗ്രാമിൽ പറഞ്ഞു. യുക്രൈനിന്റെ ഇതുവരെയുള്ള യുദ്ധത്തിലെ ഏറ്റവും നാശനഷ്ടമുണ്ടാക്കുന്ന ആക്രമണങ്ങൾക്കുള്ള റഷ്യയുടെ പ്രതികാര നടപടികളിലാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകളും. അതേസമയം റഷ്യക്കെതിരായ യുക്രൈനിന്റെ ആക്രമണവും ഹവായിലെ US നാവിക താവളത്തിൽ ഇംപീരിയൽ ജാപ്പനീസ് നാവികസേനയുടെ ആക്രമണവും തമ്മിലുള്ള സമാനതയാണ് ആശ്ചര്യത്തിന്റെ ഘടകം. റഷ്യയും USഉം യഥാക്രമം ആക്രമണങ്ങളിൽ കുടുങ്ങി. ഈ ആക്രമണങ്ങൾ അവരുടെ എതിരാളികളുടെ ശക്തിയും കാണിക്കുകയും ചെയ്തു. ഇവിടെയാണ് സമാനതകൾ അവസാനിക്കുന്നത്. ഒരു പ്രധാന വ്യത്യാസം റഷ്യയും യുക്രൈനും ഇതിനകം യുദ്ധത്തിലാണ് എന്നതാണ്. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ ആക്രമിച്ചതു മുതൽ അയൽരാജ്യങ്ങൾ പോരാടുകയാണ്. അതേസമയം 8 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജപ്പാൻ US നാവിക താവളത്തിൽ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക ആ കിഴക്കൻ ഏഷ്യൻ രാജ്യവുമായി യുദ്ധത്തിലായിരുന്നില്ല. വാസ്തവത്തിൽ ആ ആക്രമണം അമേരിക്കയെ ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു. 1941 ഡിസംബർ 7-ന് ഹവായിലെ ഹൊനോലുലുവിന് അടുത്തുള്ള US നാവിക താവളമായ പേൾ ഹാർബറിൽ ജപ്പാൻ ആക്രമണം നടത്തി. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനും പരിശീലനത്തിനും ശേഷം US പസഫിക് കപ്പലുകളെ നശിപ്പിക്കാൻ ജാപ്പനീസ് സൈന്യം ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്തുകയായിരുന്നു. പസഫിക് ഫ്ലീറ്റിൽ 100 കണക്കിന് ജാപ്പനീസ് യുദ്ധവിമാനങ്ങൾ ബോംബറുകളും വെടിയുണ്ടകളും ഏരിയൽ
ടോർപിഡോകളും വർഷിച്ചു. ആക്രമണം ഏകദേശം 20 അമേരിക്കൻ കപ്പലുകളെയും 300-ലധികം വിമാനങ്ങളെയും നശിപ്പിച്ചതായി history.com റിപ്പോർട്ട് ചെയ്യുന്നു. 2400-ലധികം US നാവികരും സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടു. പേൾ ഹാർബറിൽ മരിച്ചവരിൽ പകുതിയോളം പേരും 1800 പൗണ്ട് ഭാരമുള്ള ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് USS അരിസോണ എന്ന യുദ്ധക്കപ്പലിലായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ 1178 പേർക്ക് പരിക്കേറ്റു. 129 ജാപ്പനീസ് സൈനികരും കൊല്ലപ്പെട്ടു. പേൾ ഹാർബറിലെ 8 US യുദ്ധക്കപ്പലുകളിൽ 4 ജപ്പാൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ മുങ്ങി. ബാക്കിയുള്ള 4 കേടുപാടുകളും സംഭവിച്ചു. ആക്രമണത്തിന്റെ പിറ്റേന്ന് അന്നത്തെ US പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് യുദ്ധപ്രഖ്യാപനം ആവശ്യപ്പെട്ടു. സെനറ്റ് ഐക്യകണ്ഠേന പ്രഖ്യാപനത്തെ പിന്തുണച്ചു. പ്രസിഡന്റ് പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിനു ശേഷം US ഔദ്യോഗികമായി 2ാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിച്ചു. ഇരു രാജ്യങ്ങളും പതിറ്റാണ്ടുകളായി യുദ്ധത്തിലേക്ക് അടുക്കുകയായിരുന്നുവെങ്കിലും US-നെതിരായ ജപ്പാന്റെ ആക്രമണം ഒരു അത്ഭുതമായിരുന്നു. ഏഷ്യയിലെ തങ്ങളുടെ വിപുലീകരണ അജണ്ട തടയാൻ അമേരിക്ക ജപ്പാന് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇത് ജപ്പാന്റെ വിമാന കയറ്റുമതിയിലേക്കുള്ള പ്രവേശനത്തെ ബാധിച്ചു. ജപ്പാന്റെ സായുധ സേന ദക്ഷിണ പസഫിക്കിലുടനീളം വ്യാപിച്ചതിനാൽ US വെല്ലുവിളി തടയാൻ ജപ്പാൻ സൈന്യം പേൾ ഹാർബറിലെ പസഫിക് ഫ്ലീറ്റിനെ ആക്രമിക്കുകയായിരുന്നു.